റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ മെയിനായിട്ടുള്ളൊരു കൺഫ്യൂഷൻ, ഹൈ ക്യാപിറ്റൽ ഗ്രോത്ത് ഉള്ള പ്രോപ്പർട്ടി വാങ്ങിക്കണോ അതോ ഹൈ റെൻ്റലിലുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കണോ? പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മെയിനായിട്ടുള്ളൊരു കൺഫ്യൂഷനാണത്. പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഹൈ ക്യാപിറ്റൽ ഗ്രോത്ത് ആണോ നോക്കേണ്ടത് അതോ ഹൈ റെൻ്റലിലാണോ നോക്കേണ്ടത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ കയ്യിൽ സേവിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അസറ്റ് ഉണ്ട്, റീപേയ്മെൻറ്റ് നിങ്ങൾ കയ്യിൽ നിന്നുള്ള ഫണ്ട് കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹൈ ക്യാപിറ്റൽ ഗ്രോത്തിനെ കുറിച്ച് പ്രിഫർ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് അധികം ഫണ്ട് കയ്യിൽ നിന്നിടാനില്ല, നിങ്ങൾക്ക് അധികം സേവിങ്സ് അല്ലെങ്കിൽ അധികം കയ്യിൽ ഫണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഹൈ റെൻ്റൽ ഈൽഡാണ്. പക്ഷേ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ഇതൊരു ബാലൻസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുക. അതായത് നമുക്ക് റെൻ്റൽ ഈൽഡും വേണം, ക്യാപിറ്റൽ ഗ്രോത്തും വേണം, രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികളാണ് സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് സ്യൂട്ടബിൾ ആവുന്ന പ്രോപ്പർട്ടികൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ പേര് സുദേശ്, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ലൈക്ക് യു ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ചെയ്യൂ, ഫ്രീ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു 1-to-1 സെഷൻ തരാം.